എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കിൾസ് ആൻഡ് ലൂപ്സ് ടു ഫൈനൽ ഹുക്സ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ ആണ്. ഫൈനൽ ഹുക്സ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ഹുക്ക് ഉണ്ട്. എൻ ഹുക്ക്, എഫ് ഹുക്ക്, വി ഹുക്ക്. അതുപോലെ തന്നെ 2 ടൈപ്പ് സ്ട്രോക്സ് ഉണ്ട്. സ്ട്രെയിറ്റ് സ്ട്രോക്സ് ഉണ്ട്, കേർവ്ഡ് സ്ട്രോക്സും ഉണ്ട്. അപ്പൊ ഈ സ്ട്രെയിറ്റ് സ്ട്രോക്സിന് ഹുക്ക് ഇടുന്ന വിധവും അതുപോലെ തന്നെ കേർവ്ഡ് സ്ട്രോക്സിന് ഹുക്ക് ഇടുന്ന വിധവും വേറെയാണ്. അതുപോലെ തന്നെ ഈ കേർവ്ഡ് സ്ട്രോക്സിന് എഫ് അല്ലെങ്കിൽ വി ഹുക്ക് ഇല്ല. അപ്പൊ ഈ ഹുക്കിന്റെ കൂടെ എസ്, ടി, സ്റ്റെർ തുടങ്ങിയ ലൂപ്സ് അല്ലെങ്കിൽ സർക്കിൾസ് വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സർക്കിൾസ് ആൻഡ് ലൂപ്സ് ടു ഫൈനൽ ഹുക്സ്. അപ്പോൾ ഈ ഫൈനൽ ഹുക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എൻ ഹുക്ക് വരും, അതുപോലെ തന്നെ എഫ് ഹുക്ക് അല്ലെങ്കിൽ വി ഹുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എൻ ഹുക്കിന്റെ കാര്യം നോക്കാം. അപ്പോൾ ഈ സ്ട്രെയിറ്റ് സ്ട്രോക്സിനും അതുപോലെ തന്നെ കേർവ്സിനും പ്രത്യേകം റൂൾസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കാം. സ്ട്രെയിറ്റ് സ്ട്രോക്സ് ഫോളോഡ് ബൈ എൻ എസ് എക്സെട്ര. ദ സൗണ്ട് ഓഫ് എസ് ഓർ സെസ്, ടി ഓർ സ്റ്റർ ഈസ് ആഡഡ് ടു ദ എൻ ഹുക്ക് attached to a straight stroke by writing the circle or loop on the same side as the hook, that is with the right motion. അതായത് സ്ട്രെയിറ്റ് സ്ട്രോക്സിൻ്റെ കൂടെ എൻ എസ് സർക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് എൻ ഹുക്കും സർക്കിൾസും വന്നിട്ടുണ്ടെങ്കിൽ ആ സർക്കിൾ റൈറ്റ് മോഷനിൽ എഴുതുക എന്നുള്ളതാണ്. അതായത് ആ ഒരു ഹുക്കിൻ്റെ സൈഡിൽ തന്നെ ആ എസ് സർക്കിൾ അല്ലെങ്കിൽ സെസ് സർക്കിൾ, ടി ലൂപ്പ്, സ്റ്റെർ ലൂപ്പ് അത് അതേപോലെ എഴുതുക എന്നുള്ളതാണ് ഇതിൻ്റെ റൂള്. സ്ട്രെയിറ്റ് സ്ട്രോക്സിൻ്റെ കാര്യത്തിൽ എൻ ഹുക്കും പിന്നെ അതുപോലെ തന്നെ ഒരു ലൂപ്പോ അതുപോലെ തന്നെ സർക്കിളോ ലാർജ് സർക്കിളോ ഒക്കെ വരികയാണെങ്കിൽ ആ ഒരു എൻ ഹുക്കിൻ്റെ സൈഡിൽ ആ ലൂപ്പ് അല്ലെങ്കിൽ ആ ഒരു സർക്കിൾ എഴുതുക എന്നുള്ളതാണ് വരുന്നത്. അതായത് റൈറ്റ് മോഷനിലായിരിക്കും ആ ഒരു സർക്കിൾ അല്ലെങ്കിൽ ലൂപ്പ് വരുന്നത്. അവിടെ നോക്കാം. ഡാൻ എന്ന് പറയുമ്പോൾ അവിടെ എൻ ഹുക്ക് വന്നിട്ടുണ്ട്. ഡാൻസ് എന്ന് പറയുമ്പോൾ അവിടെ എസ് സർക്കിൾ എൻ ഹുക്കിൻ്റെ സൈഡിൽ തന്നെ, അതായത് റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്, റൈറ്റ് മോഷനിൽ എഴുതിയിട്ടുണ്ട്. ഡാൻസസ് എന്ന് പറയുമ്പോൾ അവിടെ സെസ് സർക്കിളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ ഹുക്കിൻ്റെ സൈഡിൽ ആ സെസ് സർക്കിൾ എഴുതിയിട്ടുണ്ട്. ഡാൻസ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ഡി ലൂപ്പ് ആ ഒരു എൻ ഹുക്കിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. സ്റ്റെർ ലൂപ്പ് ആ എൻ ഹുക്കിൻ്റെ സൈഡിൽ, അതായത് റൈറ്റ് മോഷനിലാണ് സ്റ്റെർ ലൂപ്പ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പെൻ, പെൻസ്, എക്സ്പെൻസ്, എക്സ്പെൻസസ്, സ്പിൻസ്, സ്പിൻസ്റ്റർ, സ്പിൻസ്റ്റേഴ്സ്. അവിടെ ഈ സ്റ്റെർ ലൂപ്പ് കഴിഞ്ഞിട്ട് ഒരു എസ് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എഴുതി കഴിഞ്ഞാൽ അവിടെ എസ് എന്നുള്ള ആ ഒരു സൗണ്ട് അവിടെ ആഡ് ആവും. അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് കേർവ്സിൻ്റെ കേസാണ്. കേർവ്സ് ഫോളോഡ് ബൈ എൻ എസ് എക്സെട്ര. ദ സ്മോൾ സർക്കിൾ റെപ്രസെൻറ്റിംഗ് ദ സൗണ്ട് ഓഫ് സെഡ് ഈസ് ആഡഡ് ടു ദ ഹുക്ക് എൻ അറ്റാച്ച്ഡ് ടു കേർവ്സ് ബൈ റൈറ്റിംഗ് ദ സർക്കിൾ ഇൻസൈഡ് ദ ഹുക്ക്. അതായത് ഈ കേർവ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ എൻ ഹുക്കും സർക്കിൾസും ഉപയോഗിക്കുന്നത് ഹെവി സൗണ്ടായ സി എന്നുള്ള ആ ഒരു സൗണ്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നത് എന്ന് വെച്ചാൽ ഹുക്കിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ സർക്കിൾ എഴുതുന്നത്. അപ്പോൾ ഈ ഹുക്കും അതുപോലെ തന്നെ ആ സർക്കിളും വേറെ ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതാ ഇവിടെ നോക്കാം. ഫൈൻ എന്നുള്ള വേർഡ് നോക്കാം. ഫൈൻസ് എന്ന് പറയുമ്പോൾ എന്നുള്ള ആ ഒരു ഹെവി സൗണ്ടാണ് വരുന്നത്. അവിടെ ഹുക്കും സർക്കിളും വേറെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഹുക്കിൻ്റെ ഉള്ളിൽ സ്മോൾ സർക്കിളാണ് എഴുതിയിട്ടുള്ളത്. വൈൻസ്, ഫ്രോൺസ്, പിന്നെ ത്രോൺസ്, ഷൈൻസ് ഏത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്നതാണ്. ദ എഫക്റ്റ് ഓഫ് ദ പ്രിസീഡിംഗ് റൂൾ ഈസ് ദാറ്റ് ദ ഹുക്ക് എൻ ആൻഡ് ദ സ്മോൾ സർക്കിൾ അറ്റാച്ച്ഡ് ടു കർവ് റെപ്രസെൻറ്റ് ഇൻ ഓൾ കേസസ് ദ ഹെവി സൗണ്ട് ഓഫ് എൻ സെഡ്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഹെവി സൗണ്ടിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഹുക്കിൻ്റെ ഉള്ളിൽ, അതായത് ഹുക്കിൻ്റെ ഉള്ളിൽ എസ് സർക്കിൾ എഴുതുന്നത്. ഹുക്ക് എന്നും സ്മോൾ സർക്കിളും അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കർവിൻ്റെ കാര്യത്തിൽ അവിടെ ഹെവി സൗണ്ടാണ് വരുന്നത്. അതായത് ഇവിടെ നോക്കുക, ഫെൻസ്, വാൻസ്, ഏതൻസ് അവിടെ എല്ലാം എന്താ പറയുക, ഹെവി സൗണ്ടാണ് വരുന്നത്. ലൈറ്റ് സൗണ്ട് അല്ല വരുന്നത്, ഹെവി സൗണ്ടാണ് വരുന്നത്. ഇനി കേർവ്സിൽ ഈ ലൈറ്റ് സൗണ്ട് വരികയാണെങ്കിൽ എങ്ങനെ എഴുതണം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഹെവി സൗണ്ട് ആണെങ്കിൽ എൻ ഹുക്കും സർക്കിൾസും, അതായത് ഹുക്കിൻ്റെ ഉള്ളിൽ സ്മോൾ സർക്കിളാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ലൈറ്റ് സൗണ്ട് വന്നാൽ എങ്ങനെയാണ് എന്ന് നോക്കാം. വേർ ദ ലൈറ്റ് സൗണ്ട് ഓഫ് എൻ എസ് ഫോളോസ് എ കർവ് ആസ് ഇൻ ദ വേർഡ്സ് ഫെൻസ്, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ സ്ട്രോക്ക് എന്നും
സർക്ലസും. അപ്പോൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. NS എന്നുള്ള ലൈറ്റ് സൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ N എന്നുള്ള സ്റ്റോക്കും പിന്നെ സർക്ലസുമാണ് ഉപയോഗിക്കുന്നത്. ഫെൻസ് ഇവിടെ നോക്കാം, Nനും സർക്ലസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എവിൻസ്, ലാൻഡ്സ്, മിൻസ് ഇവിടെ Nനും സർക്ലസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. The effect of this rule is that the construction of outlines is regular in all related words of this class so that the transcription of the forms is facilitated. അതായത് ഈ ഒരു സ്ട്രക്ചർ ഇതിൻ്റെ ബാക്കിയുള്ള ഇത് വരികയാണെങ്കിൽ, അതായത് കൺസ്ട്രക്ഷൻ ഔട്ട്ലൈൻസ് ഒരേപോലെയാണ് വരുന്നത്. അതായത് ഇവിടെ നോക്കാം, ഫെൻസ് എന്ന് പറയുമ്പോൾ അവിടെ Nനും സർക്ലസാണ് ഉപയോഗിച്ചത്. ഫെൻസസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്ലൂറൽ ഫോമാണ് വരുന്നത്. അപ്പോൾ പ്ലൂറൽ ഫോം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സർക്കിളാണ് ഉപയോഗിക്കുന്നത്. ഫെൻസ്ഡ്, പാസ്റ്റ് വരുമ്പോൾ അവിടെ ഡി ലൂപ്പ് ഉപയോഗിച്ചു. ഫെൻസിങ് എന്ന് പറയുമ്പോൾ അവിടെ ING ഫോമാണ് വന്നത്. അവിടെ സർക്ലസ്, അതായത് N സർക്ലസ് ഇങ് എന്നുള്ള ആ ഒരു ഫോമാണ് എഴുതിയിട്ടുള്ളത്. മിൻസസ് എന്ന് പറയുമ്പോൾ സർക്കിൾ ഉപയോഗിച്ചു. അവിടെ പാസ്റ്റ് ടെൻസിന് ഡി ലൂപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മിൻസിങ് എന്ന് പറയുമ്പോൾ അവിടെ സർക്ലസും പിന്നെ ഇങ് എന്നുള്ള ആ ഒരു ഫോമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തായിട്ട് F അല്ലെങ്കിൽ V ഹുക്കിന് സർക്ലസ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ദ സർക്ലസ് ഈസ് ആഡഡ് ടു ദ ഹുക്ക് F or V ബൈ റൈറ്റിംഗ് ദ സർക്കിൾ ഇൻസൈഡ് ദ ഹുക്ക്. അതായത് ഈ F അല്ലെങ്കിൽ V ഹുക്കിൻ്റെ കൂടെ S വരികയാണെങ്കിൽ സർക്ലസ് ആഡ് ചെയ്യേണ്ടത് ആ ഹുക്കിൻ്റെ ഉള്ളിലായിട്ടാണ് ആ സ്മോൾ സർക്കിൾ എഴുതേണ്ടത്. ഇവിടെ നോക്കുക, പഫ്സ് എന്ന് പറയുമ്പോൾ അവിടെ F ഹുക്കിൻ്റെ ഉള്ളിലാണ് സർക്ലസ് എഴുതിയിട്ടുള്ളത്. പിന്നെ കേവ്സ്, വേവ്സ്, ഹീവ്സ്, ഇവിടെ ഈ എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും F അല്ലെങ്കിൽ V ഹുക്കിൻ്റെ കൂടെ നമ്മൾ ആ ഒരു സർക്കിൾ അതിൻ്റെ ഉള്ളിലായിട്ടാണ്, ഹുക്കിൻ്റെ ഉള്ളിലായിട്ടാണ് എഴുതുന്നത്. ഇനി അടുത്തത് മീഡിയൽ NS or NZ. വെൻ NS or NZ occur medially, both letters must be shown. അതായത് ഇങ്ങനെ ഈ മീഡിയലി വരികയാണെങ്കിൽ അവിടെ രണ്ട് ലെറ്റേഴ്സും കാണിക്കണം എന്നാണ് പറയുന്നത്. ഉദാഹരണം നോക്കാം, പെൻസീവ് എന്ന് പറയുമ്പോൾ അവിടെ N എഴുതിയിട്ടുണ്ട്, പിന്നെ സർക്ലസ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ അവിടെ D എഴുതിയിട്ടുണ്ട്, N എഴുതിയിട്ടുണ്ട്, സർക്ലസ് എഴുതിയിട്ടുണ്ട്, T. അങ്ങനെയാണ്. അതായത് N സ്ട്രോക്കും പിന്നെ സർക്ലസ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കാം, ഇമ്മൻസിറ്റി എന്ന് പറയുമ്പോൾ M കഴിഞ്ഞിട്ട് N എഴുതിയിട്ട് സർക്ലസ്സാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വിൻസം എന്ന് പറയുമ്പോൾ അവിടെ നോക്കാം, N ഹുക്കും സർക്ലസ്സാണ് വന്നിട്ടുള്ളത്. ഹാൻസം എന്ന് പറയുമ്പോഴും അവിടെ N ഹുക്കും സർക്ലസും എഴുതിയിട്ടുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കാം. ഫസ്റ്റത്തെ റൂള്, ദ സൗണ്ട് ഓഫ് S or ses, st or stir is added to hook N attached to straight stalks by writing the circle or loop on the same side as the hook. Second rule, the circle S is added to straight stalks hooked for F or V and to curves hooked for N by writing the circle inside the hook. Third rule, the light sound of NS after a curve is expressed by the sign N എന്നുള്ള ആ ഒരു സ്ട്രോക്കും സർക്ലസും. പിന്നെ അടുത്ത റൂള്, the heavy sound of NZ after a curve is expressed by the circle S written inside the hook N. When NS or NZ occur medially, both letters must be shown. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോ ക്ലാസ്സുകൾക്കും മോക്ക് ടെസ്റ്റുകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.